ഒരേ ഒരു സത്യം, അത് യേശു ക്രിസ്തു എന്ന് പറയുന്ന മഹാസത്യമാണ്. നമുക്കറിയാം 1980-90 കാലഘട്ടങ്ങളിൽ നമ്മുടെ അമ്മമാർക്ക് വഴിത്താരകളുടെ മര്യാദയ്ക്ക് നടക്കാമായിരുന്നു. ഇന്ന് പേടിയാണ്. എന്നെയും നിങ്ങളെയൊക്കെ കുഞ്ഞിലെ വീട്ടിൽ ഒറ്റയ്ക്കിട്ടിട്ട് അമ്മയും അപ്പനൊക്കെ ചന്തയിൽ പോകുമായിരുന്നു, മാർക്കറ്റിലൊക്കെ പോകുമായിരുന്നു, ഇല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലങ്ങളിൽ പോകുമായിരുന്നു, വയലിൽ പണിയെടുക്കാനൊക്കെ അവർ പോകുമായിരുന്നു. ഇന്നങ്ങനെ ധൈര്യത്തോടെ നമ്മുടെ പെൺമക്കളെ വീട്ടിലിട്ടിട്ട് പോകാൻ പറ്റുമോ നമുക്ക്? എന്തിന്? ആൺകുട്ടികളെ പോലും വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ നമുക്ക് കഴിയത്തില്ല. ഭയമാണ് ഉള്ളിൽ. മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ കാര്യങ്ങൾ. മനുഷ്യന്റെ പച്ചമാംസത്തിന് അല്പം പോലും വിലയില്ലാതെ വെട്ടിമുറിപ്പേൽപ്പിക്കുന്ന ക്രൂരന്മാർ പാർക്കുന്ന നാട്. ഭയമാണ് മനുഷ്യൻ. ഞാൻ പറയുന്നു, ഇതിനൊരു മോചനം യേശു ക്രിസ്തു എന്ന് പറയുന്ന മഹാദൈവത്തിലൂടെ മാത്രം. ഞങ്ങളുടെ വാക്കുകൾ കൂടെ സമാപ്തി കുറിക്കുകയാണ്. ഇന്നലകൾ ജീവിതത്തിൽ ഭവിച്ചുപോയ സകല തിന്മകൾക്കും സകല പാപങ്ങൾക്കും സകല മുറിവുകൾക്കും മോചനം തരുവാനും മോക്ഷം തരുവാനും ഉലകം കണ്ട ഏകദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ ഒന്നുകൂടെ പറയട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം മാത്രം. നിങ്ങൾക്ക് ഞങ്ങൾ ഈ പ്രഖ്യാപിച്ച സത്യങ്ങൾക്ക് വിപരീതമായിട്ടല്ല, ഈ സത്യങ്ങളുടെ മഹാസത്യത്തെ ആഴമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് സമീപിക്കാം. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് പാസ്റ്റർ ഷൈജു വെള്ളനാട് നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് വരാം, ഞങ്ങളുമായി സംവാദിക്കാം. നിങ്ങളുടെ അറിവുകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ദൈവിക സത്യങ്ങൾ നിങ്ങളിലേക്ക് പകരുവാൻ ഇതൊരു വേദിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു. വളരെ മനോഹരമായ ഗാനങ്ങളും അതുപോലെ അനുഗ്രഹീതമായ സന്ദേശവും നമുക്ക് കേൾക്കുവാനിടയായി തീർന്നുള്ള പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് തിരസ്കരിക്കാം. ഈ സന്ദേശം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തികച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുവാൻ, അനുഗ്രഹമുണ്ടാകുവാൻ ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ഏത് വിധത്തിലും രക്ഷപ്പെടുവാൻ നോക്കിയിട്ടും അതിന് കഴിയാതെ പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ പേര് മാറണ്ട, നിങ്ങൾ ജാതി മാറണ്ട, നിങ്ങൾ മതം മാറണ്ട, നിങ്ങൾ പണം മുടക്കണ്ട, നിങ്ങൾ ധനമുടക്കണ്ട. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഇവിടെ കേൾപ്പിച്ച സന്ദേശത്തിൽ മുഴങ്ങി നിന്ന ആ മാർഗത്തെക്കുറിച്ച്, ആ നാമത്തെക്കുറിച്ച്, ആ നാമം യേശുക്രിസ്തുവിന്റെ നാമമാണെന്ന് വ്യക്തമായി ശക്തമായിട്ട് ഇവിടെ പ്രഘോഷിക്കുമ്പോൾ ആ നാമത്തെ ഏറ്റെടുക്കുവാൻ, വിശ്വസിക്കുവാൻ നീ തയ്യാറായാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞങ്ങളുടെ ഈ ടീമിൽ, ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒട്ടുമുക്കാൽ ചെറുപ്പക്കാരും ഒരു സമയത്ത് മദ്യപാനത്തിന് അടിമപ്പെട്ടവരായിരുന്നു, കഞ്ചാവിന് അടിമപ്പെട്ടവരായിരുന്നു, അങ്ങനെ മറ്റു പല ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടവരായിരുന്ന ഞങ്ങളെ രക്ഷിച്ച ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. അതുകൊണ്ടാണ് ഒരു ലജ്ജയും കൂടാതെ, ഒരു നാണക്കേട് വിചാരിക്കാതെ കവലകൾ തോറും കടന്നുപോയി ഈ സന്ദേശം അറിയിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്നുള്ള കാര്യം ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, PCI പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നെടുമങ്ങാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം കാരിക്കോണം IPC ബദൽ സഭയുടെ സമീപം വെച്ച് നടക്കുന്നതായ ഏകദിന കൺവെൻഷന്റെ അതിന്റെ പോസ്റ്ററുകളും അതിന്റെ പരസ്യമൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ നൽകുവാനിടയായി തീർന്നു. ഇന്ന് വൈകുന്നേരം അനുഗ്രഹീതനായ ദൈവദാസൻ PCIയുടെ പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ KA തോമസ് അവറുകൾ ആത്മീയ സന്ദേശം, ദൈവവചനം ശുശ്രൂഷിക്കുന്നു. മാത്രമല്ല, നിരവധി കേസുകളിൽ ജയിലറയിൽ കിടന്ന, ജയിലിലായിരുന്നു കൊണ്ട് രക്ഷയുടെ സന്ദേശം മനസ്സിലാക്കി രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്ന, ചെങ്കൽച്ചുളയിൽ നിന്നും രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്ന അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ പ്രശാന്ത് ചെങ്കച്ചുള്ള തന്റെ അനുഭവ സാക്ഷ്യം ഇന്ന് വൈകുന്നേരം കാരിക്കോണം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന RC ചർച്ചിന് സമീപം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായ ഗ്രൗണ്ടിൽ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു.
ഞങ്ങൾ നിങ്ങളെ ഏവരെയും ആ സ്ഥലത്തേക്ക്, ആ കൺവെൻഷൻ യോഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേക ദൈവവചനത്തിന്റെ സത്യങ്ങൾ ആഴമായി അറിയണമെന്ന് ആഗ്രഹമുള്ളവർ, പ്രാർത്ഥന ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ശുശ്രൂഷിക്കുന്ന കാരിക്കോണം IPC ബദയ സഭയിൽ നിങ്ങൾ കടന്നു വന്നാൽ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും രാവിലെ 10 മണി മുതലുള്ള സമയം അവിടെ ആരാധന കൂട്ടായ്മകളും പ്രാർത്ഥന യോഗങ്ങളൊക്കെ നടന്നു വരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരും. അല്ല, നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട സഭകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ കടന്നുപോയി പ്രാർത്ഥനയെ സംബന്ധിച്ച് ദൈവീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഉറപ്പിക്കുന്നു. ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ഒന്നടങ്കം തീരുമാനമെടുത്ത് മുന്നോട്ട് നയിക്കുക വന്നത് ലഹരി വിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് PCIയുടെ പ്രവർത്തകരായിരിക്കുന്ന ദൈവദാസന്മാർ, സഹോദരങ്ങൾ ഇവിടെ മുന്നിലോട്ട് കടന്നു വന്ന് അവർ കർത്താവിന്റെ ദാസൻ പള്ളിത്തറ ബ്ലെസ്സിംഗ് ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ വിജയൻ അവർകൾ മുന്നോട്ട് കടന്നു വന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലി അത് ഏറ്റുപറയുവാൻ മറ്റു പ്രിയപ്പെട്ടവരെ മുന്നിലോട്ട് ക്ഷണിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. ഈ സമയം വിജയൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് ആ പ്രതിജ്ഞാവാചകം ചൊല്ലുവാൻ നേതൃത്വം കൊടുക്കും. ദൈവദാസൻ ക്ഷണിക്കും. ഓക്കെ പറഞ്ഞോ.